فإن أصاب إثما فإنما إثمه على أبويه. 18 വയസ്സായ ഒരു പെണ്ണ് വിവാഹം വൈകുന്നത് മൂലം അവളൊരു തെറ്റു ചെയ്താൽ എന്താ അവൾ തെറ്റ് ചെയ്യാൻ നിസ്കാരം കഥാക്കൊന്നുമില്ല. 18 വയസ്സായ ഒരു പെണ്ണ് വിവാഹം വൈകുന്നത് മൂലം ചെയ്യാൻ സാധ്യതയുള്ള തെറ്റ്, പ്രേമിക്കും, ചാറ്റ് ചെയ്യും, കറങ്ങാൻ പോകും, പിന്നെന്താ വീഡിയോ കോൾ നടത്തും, ഫോട്ടോകൾ കൈമാറും, ക്ലാസ് കട്ട് ചെയ്യും. അല്ലാതെ നിസ്കാരം കഥാക്കോ നോമ്പ് നോക്കാതിരിക്കലൊന്നുമില്ല. 18 വയസ്സായ ഒരു പെണ്ണ് ചെയ്യാൻ തുടങ്ങുന്ന തെറ്റ്. ഈ തെറ്റുകളുടെ എല്ലാം ഒരു ഓഹരി. ഇവള് വ്യഭിചരിച്ചാൽ വ്യഭിചാരത്തിന്റെ കുറ്റം മാതാപിതാക്കൾക്കാണ്. ഇവള് പ്രേമിച്ചാൽ പ്രേമത്തിന്റെ കുറ്റം മാതാപിതാക്കൾക്കാണ്. ഇവള് രാത്രി ഉറങ്ങാതെ ചാറ്റ് ചെയ്താൽ അതിന്റെ കുറ്റം മാതാപിതാക്കൾക്കാണ്. ആരാ പറയുന്നത്? ഷഫീഉനാ റസൂലുള്ളാഹ്. നിങ്ങൾക്കിത് ഗൗരവമല്ലെങ്കിലും അള്ളാഹുവിന്റെ കോടതിയിലെത്തിയാൽ നിങ്ങൾ അറിയാതെ ഒരുപാട് വ്യഭിചാരങ്ങൾ നിങ്ങളുടെ തലയിലുണ്ടാകും. നിങ്ങളുടെ മക്കൾ ആൺകുട്ടികൾ ചെയ്യുന്ന തെറ്റ്, 22 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിയാത്തത് മൂലം അവനിലുണ്ടാകുന്ന തെറ്റ്, അവന്റെ കണ്ണിലൂടെ വരുന്ന തെറ്റ്, അവന്റെ ലൈംഗിക അവയവങ്ങളിലൂടെ വരുന്ന തെറ്റിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അവന് വിവാഹം ചെയ്തു കൊടുക്കാത്ത മാതാപിതാക്കളുടെ തലയിലുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുകയാണ്, ആവർത്തിച്ച് പറയുകയാണ്, അവരുടെ നിക്കാഹ് നിർബന്ധമായിട്ടും 18 വയസ്സിന് നിക്കാഹ് നടക്കണം പെണ്ണിന്, 22 വയസ്സാകുമ്പോ ആണിനും നിക്കാഹ് നടക്കണം. എന്നിട്ട് രണ്ടുപേരെയും സ്വതന്ത്രമായി പഠിക്കാൻ അനുവദിക്കണം. അവരുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചവർ മുന്നോട്ട് പോകട്ടെ. പഠനമെല്ലാം കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരുടെയും വിവാഹ ജീവിതം തുടങ്ങിക്കോട്ടെ. രണ്ടുപേരുടെയും വിവാഹ ജീവിതം തുടങ്ങിക്കോട്ടെ. കല്യാണത്തിന്റെ പേരിൽ വിവാഹത്തിന്റെ നിക്കാഹിന്റെ പേരിൽ പഠനം മുടങ്ങാൻ പാടില്ല. അതേപോലെ പഠനം എന്ന് പറഞ്ഞിട്ട് നിക്കാഹം മുടങ്ങാൻ പാടില്ല. പഠനം എന്ന് പറഞ്ഞിട്ട് നിക്കാഹ് മുടങ്ങാൻ പാടില്ല. എന്റെ കുട്ടി പഠിക്കാണ്, പഠിച്ചു കഴിയട്ടെ, അങ്ങനെയില്ല. എന്റെ നിക്കാഹ് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും ഒരു സ്റ്റുഡന്റ് ആണ്. ഇപ്പോഴും ഞാൻ സ്റ്റുഡന്റ്, 2 മക്കളുണ്ട്. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ വർഷമാണ് എന്റെ PG കഴിഞ്ഞത്. ഇനി PhD ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ. അപ്പൊ നമ്മള് പഠിക്കാനൊരു പ്രായമില്ല. പഠിക്കാൻ ഒരാൾക്കും പ്രായമില്ല. നിക്കാഹ് കഴിഞ്ഞാൽ എന്താ, പഠിച്ചാൽ എന്താ കുഴപ്പം? നിക്കാഹ് കഴിഞ്ഞാൽ പഠിച്ചാൽ എന്താ കുഴപ്പം? എന്താ പ്രശ്നം? നിക്കാഹ് കഴിഞ്ഞാൽ പഠിച്ചാൽ എന്താ കുഴപ്പം? കൂടുതൽ ശ്രദ്ധ കിട്ടും പഠിക്കാൻ. യൂണിവേഴ്സിറ്റിയിൽ 2 റാങ്കോടുകൂടി PGയിൽ പാസ്സായ ആളാണ്. കല്യാണം കഴിഞ്ഞു, മക്കളുണ്ട്, ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പഠനത്തെ ബാധിക്കുമോ? ബാധിക്കില്ല. ഈ വാദം കൂടി ഇല്ലെങ്കിൽ 1 റാങ്ക് തന്നെ കിട്ടുമായിരുന്നു. ഞാൻ പലപ്പോഴും എക്സാമിന് പോകുന്നത് എപ്പോന്ന് പറയുന്നത്, പലപ്പോഴും രാത്രി വാല് കഴിഞ്ഞിട്ട് 3 മണിയൊക്കെ റൂമിലെത്തുമ്പോൾ, എന്നിട്ട് കിടന്നുറങ്ങി സുബഹിസ്കരിച്ച് വീണ്ടും കിടക്കും. എന്നിട്ട് 10 മണിക്കൊക്കെ എണിച്ചിട്ടാണ് അന്നത്തെ എക്സാമിന് നമ്മൾ പഠിക്കുക. എന്നിട്ട് എക്സാം എഴുതാൻ സമയം കിട്ടോ? ഇല്ല. എന്തുകൊണ്ട്? 2 മണിക്ക് എക്സാം തുടങ്ങിയാൽ 5 മണി വരെയാണ് എക്സാം. പക്ഷെ എനിക്ക് 5 മണിയാകുമ്പോ, രാത്രിയാകുമ്പോ കണ്ണൂർ എവിടെയെങ്കിലും വാലുണ്ടാവും. അപ്പോ ട്രെയിന് നോക്കിയിട്ട് 4 മണിയാകുമ്പോ തന്നെ എക്സാം നിർത്തി പകുതിന്ന് പോകേണ്ടി വരും. എന്തുണ്ട്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞവർ തോന്നുമ്പോഴാണ് ഡേറ്റ് പ്രഖ്യാപിക്കുക. നമ്മൾ വാല് 6 മാസം മുമ്പൊക്കെ കൊടുക്കും. ഓരോ വാല് 6 മാസം 8 മാസം മുമ്പൊക്കെ ഡേറ്റ് കൊടുക്കും നമ്മൾ. ഇവര് ഒരു മാസം മുമ്പാണ് ഇപ്പോൾ എക്സാം എന്ന് പറയാം. അതിന്റെ സമയം നിർണ്ണയിക്കുന്നത് 1 മാസം മുമ്പാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും മക്കളുള്ളതോ ജോലി ചെയ്യുന്നതോ ഭാര്യയുള്ളതോ നമ്മുടെ പഠനത്തെ ഒരിക്കലും ബാധിക്കൂല. കൂടുതൽ പഠിക്കാനുള്ള ഒരു താല്പര്യം നമ്മൾക്കുണ്ടാവും. അന്ന് സത്യം പറഞ്ഞാല് പഠിക്കുന്ന സമയത്ത്, ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായതിനേക്കാളും കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു ആവേശം ഇപ്പോഴാണ് വരുന്നത്. കൂടുതൽ പഠിക്കണം, കൂടുതൽ വായിക്കണം എന്നൊരു തോന്നലുണ്ടാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് പറയും, നിങ്ങൾക്ക് വേണോ മക്കള് ചെയ്യുന്ന ഹറാമുകളുടെ ഭാരവും നാളെ അള്ളാന്റെ കോടതിയിൽ ഏറ്റെടുക്കണം. നമ്മൾ ചെയ്യുന്ന തെറ്റൻ ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ ചെയ്യുന്ന തെറ്റൻ ഇഷ്ടം പോലെയുണ്ട് പഠിച്ചോന്റെ അടുത്ത്. ഇനി മക്കള് ചെയ്യുന്ന തെറ്റും കൂടി നമ്മൾ ഏറ്റെടുക്കണം. അതുകൊണ്ട് ഒരു പെൺകുട്ടിയും മാതാപിതാക്കളെ തടയാൻ പാടില്ല. മൈ ചോയ്സ് എന്ന് പറയാൻ പാടില്ല. ഇത് കോളേജിൽ പോയിട്ട് പറഞ്ഞാൽ മതി. മൈ ചോയ്സ് ഒക്കെ വീട്ടിൽ ഉപ്പയും ഉമ്മയും പറയുന്നത് അനുസരിക്കണം. അതാണ് ദീൻ പറയുന്നത്. ഉപ്പയും ഉമ്മയും പറയുന്നത് അനുസരിക്കുന്നവരാകണം. അതാണ് ദീൻ പറയുന്നത്. മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ഇഷ്ടപ്പെടാത്ത മക്കളാണെങ്കിൽ അജ്ജല ലഹുൽ ഉഖൂബത ഫിദ് ദുനിയാ, ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു ശിക്ഷിക്കുമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു വെറുതെ വിടൂല എന്ന് പറയുന്നത്. മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്ന മക്കള്, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്ന മക്കള്, നിങ്ങൾക്ക് അതുകൊണ്ടൊരു നഷ്ടവും ഉണ്ടാവൂല, ലാഭമല്ലാതെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളോട് പറയാൻ, നിങ്ങൾക്ക് അതുകൊണ്ട് ലാഭമല്ലാതെ നഷ്ടം ഉണ്ടാവില്ല. ചെറുപ്പക്കാരൊക്കെ എന്തായാലും 22 വയസ്സാകുമ്പോൾ കല്യാണമൊക്കെ റെഡി ആയിരിക്കും, അല്ലെ? നിങ്ങളൊക്കെ റെഡി ആയിരിക്കും എന്ന് എനിക്കറിയാം. എന്നാൽ പെൺകുട്ടികൾക്ക് വലിയ പേടി ഉണ്ടാവും. നിങ്ങൾക്ക് അതുകൊണ്ട് ലാഭമില്ലാതെ ഒരിക്കലും അതുകൊണ്ട് നഷ്ടം ഉണ്ടാവില്ല. നിങ്ങൾ അതുകൊണ്ട് വളരുകയല്ലാതെ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും തളർച്ച ഉണ്ടാവില്ല.
കാരണം നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടിൽ പോകേണ്ട ഒരു ബാധ്യതയില്ല. അത് ആദ്യം തന്നെ അങ്ങനെ ഒരു കരാറ് വേണം. പഠനം കഴിയുന്നത് വരെ കല്യാണം ഇല്ല എന്നൊരു കരാറ് വേണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ ബാധ്യത എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ നിക്കാഹിന്റെ സദസ്സിൽ 3 കാര്യങ്ങളാ പറഞ്ഞത്. ഒന്ന്, വളരെ നേരത്തെ കല്യാണം കഴിക്കണം. നോക്കൂ, നിങ്ങൾ എത്ര 22 വയസ്സിലൊക്കെ കല്യാണം കഴിച്ച് നമ്മുടെ കണ്ണുകളെയും നമ്മുടെ ലൈംഗികമായ അവയവങ്ങളെയും വികാരത്തെയും നിയന്ത്രിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ എത്ര തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾക്ക് കഴിയും. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, എന്നിട്ട് കല്യാണം കഴിക്കാനുള്ള സാഹചര്യമില്ല, പണിയും ജോലിയൊന്നും റെഡി ആയിട്ടില്ല, ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, ജോലി ഇല്ലാത്തത് കൊണ്ട് ആരും പെണ്ണ് കെട്ടിച്ചു തരുന്നില്ല. അങ്ങനൊരു സാഹചര്യം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ കണ്ണുകളെ നിയന്ത്രിക്കാനും ലൈംഗികമായ വികാരങ്ങളെ നിയന്ത്രിക്കാനും നോമ്പെടുക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നോമ്പെടുക്കണം. തിന്നുമ്പോഴാണ് വികാരമുണ്ടാവുക. ഒരുപാട് തിന്നുന്നതിനനുസരിച്ചാണ് വൈകാരികമായ ചിന്തകൾ വരിക. അതുകൊണ്ട് ശരീരത്തെ പട്ടിണി കിടത്തിക്കൊണ്ട് വികാരങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ കാര്യം ഇതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിലുള്ള സന്തോഷമാണ്. കല്യാണം കഴിഞ്ഞത് മുതൽ എന്റെ സമാധാനം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഓരോ ആളുകളും കേൾക്കണേ. കല്യാണം കഴിഞ്ഞത് മുതൽ എന്റെ സമാധാനം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പെണ്ണും ആണുമെല്ലാം കേൾക്കണേ. എന്തുകൊണ്ടാണ് സമാധാനം നഷ്ടപ്പെടുന്നതെന്നറിയോ? ആരാണ് എന്റെ ദിക്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരാൾക്കും അല്ലാഹു തആല സമാധാനത്തോടെയുള്ള ജീവിതം നൽകൂല എന്നാ പറഞ്ഞത്. ആരാണ് എന്റെ ജീവിതത്തിൽ എന്റെ ദിക്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? വളരെ ഭാരമേറിയ കുടുസായ ജീവിതമാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പരിശുദ്ധ ഖുർആനാ പറയുന്നത്. മറ്റൊരായത്ത് നിങ്ങൾ കേട്ടു നോക്ക്. അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകൾ, അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ, അയാൾക്കൊരു ഞാൻ പിശാചിനേൽപ്പിക്കും, അയാളുടെ അടുത്തേക്ക് ഞാൻ ഒരു പിശാചിനേക്കും. പിന്നെ പിശാചായിരിക്കും അയാളുടെ കൂട്ടുകാരനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കാൻ. അപ്പൊ സമാധാനം നഷ്ടപ്പെടാനുള്ള കാരണം എന്താ? പിശാച് ജീവിതത്തിൽ കയറുന്നു എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, എല്ലാ ദിവസവും ഓരോ ഇബ്ലീസ് എല്ലാ ദിവസവും കുട്ടിപ്പിശാചുകളെ വിളിക്കും. എല്ലാ ദിവസവും കുട്ടിപ്പിശാചുകളെ വിളിക്കും. ഓരോ ആളുകൾക്ക് ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. മനുഷ്യന്മാരെ വഴിപിഴപ്പിക്കുക എന്നുള്ള ഡ്യൂട്ടി അത് ഇപ്പൊ ഏറ്റെടുത്തതല്ല. മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ സുജൂദ് ചെയ്യാതെ വിട്ടുനിന്നപ്പോ അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോ അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടതാണ്, അല്ലാഹുവേ എന്നെ നീ ഖിയാമത്ത് നാൾ വരെ ജീവിപ്പിക്കണമെന്ന്. അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നക തീർച്ചയായിട്ടും നീ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുമെന്ന്. അപ്പോഴാണ് പിശാച് പറയുന്നത്, ثُمَّ لَآتِيَنَّهُمْ مِنْ بَيْنِ أَيْدِيهِمْ وَمِنْ خَلْفِهِمْ وَعَنْ أَيْمَانِهِمْ وَعَنْ شَمَائِلِهِمْ وَمِنْ فَوْقِهِمْ وَلَا تَجِدُ أَكْثَرَهُمْ شَاكِرِينَ. അല്ലാഹുവേ, മനുഷ്യന്മാരുടെ മുൻഭാഗത്തുകൂടെ പിൻഭാഗത്തുകൂടെ ഇടതുഭാഗത്തുകൂടെ വലതുഭാഗത്തുകൂടെ അവനെ ഇങ്ങനെ ഞാൻ പൊതിഞ്ഞുകൊണ്ടേയിരിക്കും റബ്ബേ, ഒരു മനുഷ്യനെയും നന്നാവാൻ ഞാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ലഅംലഅന്ന ജഹന്നമ മിൻകും അജ്മഈൻ. ആരൊക്കെയാണോ നിന്നെ വഴിപ്പെടുന്നത്, നിന്നെയും നിന്റെ കൂടെ വഴിപ്പെടുന്ന ആളുകളെയും നരകത്തിലിട്ട് ഞാൻ നിറക്കുമെന്ന് അല്ലാഹു പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ് ആദം നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട്, ആദമേ, പിശാച് നിങ്ങളുടെ ശത്രുവാണ്, അദുവ്വും മുബീൻ, വളരെ വ്യക്തമായ ശത്രുവാണ് പിശാച്. അതുകൊണ്ട് പിശാചിനെ സൂക്ഷിക്കണേ എന്ന് ആദം നബിയോട് പറയുന്നുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, പിശാച് ലോകത്തിന്റെ തുടക്കം മുതൽ, മനുഷ്യ സൃഷ്ടിയുടെ തുടക്കം മുതൽ എങ്ങനെയെങ്കിലും മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഇബ്ലീസും പിശാചും എന്ന് പറയുന്നത്. അങ്ങനെ ഇബ്ലീസ് തന്റെ കുട്ടി പിശാചുക്കളെ മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ വേണ്ടി നിരന്തരമായി പറഞ്ഞേക്കുമ്പോ ഓരോ ദിവസവും ഓരോ ആളുകള് എന്തു ചെയ്തു
ചെയ്തു എന്നിട്ട് എന്ന് രാത്രി സമയമാകുമ്പോ ഓരോ പിശാചുക്കളെയും വിളിച്ച് ഇബ്ലീസ് ചോദ്യം ചെയ്യുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഇബ്ലീസിനോട് ആളുകൾ പറയുന്നത്, നിസ്കരിക്കാൻ പോകുന്നവരാളെ നിസ്കാരത്തിൽ നിന്ന് തടയാൻ എനിക്ക് കഴിഞ്ഞു എന്ന്. അടുത്ത ആൾ വന്ന് പറയുന്നത്, നോമ്പ് നോക്കാൻ ശ്രമിച്ച ഒരാളെ നോമ്പിൽ നിന്ന് തടയാൻ എനിക്ക് കഴിഞ്ഞു എന്ന്. വേറെ ഒരാള് പറയുന്നത്, സ്വതക്ക ചെയ്യാൻ വിചാരിച്ച ഒരാളെ സ്വതക്കയിൽ നിന്ന് തടയാൻ എനിക്ക് കഴിഞ്ഞു എന്ന്. വേറെ ഒരാള് പറയുന്നത്, ഒരാളെ ഞാൻ വ്യഭിചരിപ്പിച്ചു എന്ന്. എന്നാൽ അവസാനമായി കടന്നു വരുന്ന ഒരു കുട്ടി പിശാച് ഇബ്ലീസിനോട് പറയുന്നൊരു വാക്കുണ്ട് പ്രിയപ്പെട്ടവരെ. എന്താണ് ആ വാക്ക് എന്നറിയോ? ഇബ്ലീസിന് വല്ലാത്ത സന്തോഷം നൽകിയ വാക്കാണത്. ഇബ്ലീസ് അയാളുടെ പുറത്തു തട്ടി സാബാഷ് എന്ന് പറഞ്ഞിട്ട്, വെൽഡൻ എന്ന് പറഞ്ഞിട്ട്, നീയാണ് എന്റെ കുട്ടി എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് അഭിനന്ദിക്കുന്നുണ്ട് അയാളെ. എന്താണ് അയാൾ പറഞ്ഞതെന്നറിയോ? ഇബ്ലീസിനോട് അയാൾ ഇങ്ങനെ രംഗം പറയാണ്, ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും രണ്ടുപേരും പരസ്പരം തമ്മിൽ തല്ലി പരസ്പരം തർക്കിച്ച് പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവരുടെ തർക്കത്തിന് ശക്തി കൂടാൻ എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ ഭർത്താവിന്റെയും ഭാര്യയും ഇടയിൽ സംശയരോഗങ്ങൾ ഉണ്ടാക്കി. രണ്ടുപേരുടെയും ഇടയിൽ ഞാൻ അങ്ങോട്ട് കയറിക്കൂടിയിട്ട് അവരുടെ ദേഷ്യം മൂർച്ഛിപ്പിച്ചിട്ട് ഭാര്യ ഒന്ന് ഭർത്താവിന് കൊടുത്തു, ഭർത്താവ് ഒന്ന് ഭാര്യയ്ക്ക് കൊടുത്തു. എന്നിട്ട് രണ്ടുപേരും പിണങ്ങി തൊലാഖിന്റെ റിവേഴ്സിന്റെ വഴിയിലേക്ക് വക്കിലേക്ക് എത്തുന്നത് വരെ അവരുടെ പിന്നിൽ ഞാൻ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോഴാണ് ഇബ്ലീസ് തന്റെ കുട്ടി പിശാചിനോട് പറയുന്നത്, നീയാണടാ എന്റെ കുട്ടി. നിസ്കാരത്തെ മുടക്കുന്നവനെയല്ല എനിക്ക് വേണ്ടത്, നോമ്പിനെ മുടക്കുന്നവനെയല്ല എനിക്ക് വേണ്ടത്, ഹജ്ജിനെ മുടക്കുന്നവനെയല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് ദാമ്പത്യ ജീവിതത്തെ മുടക്കുന്ന, ഭാര്യയും ഭർത്താവിനെയും പിണക്കുന്ന, ഒരു കുടുംബത്തിലുള്ള സമാധാനത്തെ തകർക്കുന്ന നിന്നെ പോലെയുള്ള ആളുകളെയാണ്. എന്തുകൊണ്ട്? അങ്ങനെ ഒരു ബന്ധം തകരുമ്പോഴാണ് അവിടുത്തെ ലോക്ക് തകരുന്നത്. ലോക്ക് പൊട്ടിപ്പോകുമ്പോഴാണ് മനുഷ്യൻ അധാർമികതയിലേക്ക് പോകുന്നത്. ആണായാലും പെണ്ണിനോടുള്ള പ്രതികാരം കൊണ്ട്, പെണ്ണായാലും ആണിനോടുള്ള പ്രതികാരം കൊണ്ട് ഈ ഒരു സ്നേഹത്തിന്റെ ലോക്ക് പൊട്ടിത്തകരുമ്പോ, സ്നേഹത്തിന്റെ ചങ്ങലകൾ പൊട്ടിത്തകരുമ്പോ സ്വാഭാവികമായി രണ്ടുപേരും തെറ്റിലേക്ക് കടന്നു പോകും. അവരുടെ മക്കളും തെറ്റിന്റെ വക്കിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അധാർമികതകൾ പെരുകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് നീയാണടാ എന്റെ മോന് എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് തന്റെ കുട്ടി പിശാചിനെ ആദരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് ഏതെങ്കിലും ദഈഫായ ഗ്രന്ഥത്തിൽ വന്ന ഹദീസല്ല, സ്വഹീഹൈനിൽ വന്ന ഹദീസാണ്. ബുഖാരിയിലോ മുസ്ലിമിലോ വന്ന ഹദീസാണിത്. ഏതെങ്കിലും ദഈഫായ ഹദീസല്ല, ദഈഫായ ഗ്രന്ഥത്തിൽ വന്ന ഹദീസല്ല, സ്വഹീഹ് മുസ്ലിമിലോ സ്വഹീഹുൽ ബുഖാരിയിലോ വന്ന ഹദീസാ. എന്താ ഒരു പിശാചിന്റെ പണി? കുടുംബത്തിലേക്ക് കയറും. കുടുംബത്തിലേക്ക് എങ്ങനെയാ കയറാ? ദിക്റില്ലാത്ത കുടുംബത്തിൽ പിശാച് കയറി ഇറങ്ങും. ومن أعرض عن ذكري فإن له معيشة ضنكا ومن يعش عن ذكر الرحمن نقيض له شيطانا. എന്നെ ഓർക്കാത്ത ആളുകൾക്ക് ഞാനൊരു പിശാചിനെ നിയോഗിച്ചു കൊടുക്കും. പിശാച് കയറിയാൽ സ്വാഭാവികമായിട്ട് ബന്ധം തകരും. അപ്പൊ എന്ത് വേണം? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. സമാധാനവും സന്തോഷമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ ദിക്റിലൂടെ ജീവിക്കണം. ഭാര്യയും ഭർത്താവും രണ്ടുപേരും, ഒരാൾ നന്നായ പോരാ. ഒരാൾ നന്നായത് കൊണ്ട് ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാവൂല, രണ്ടാളും നന്നാവും. ഭാര്യയ്ക്കും ദിക്റിലൂടെ ജീവിതം വേണം, ഭർത്താവിനും ദിക്റിലൂടെയുള്ള ജീവിതം വേണം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, റഹിമല്ലാഹു ഇംറഅൻ, അല്ലാഹു ഒരു ഭർത്താവിനെ റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ഒരു ഭർത്താവിന് റഹ്മത്ത് ചെയ്യട്ടെ. ഏതാണ് ആ ഭർത്താവ്? സുബഹി ബാങ്കിന്റെ ഒരൽപ്പം മുമ്പെണീറ്റ് വാഷ്റൂമിൽ പോയി വുദൂ ചെയ്ത് തിരിച്ചു വന്നിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം കൊണ്ട് ഭാര്യയുടെ മുഖത്ത് കുടഞ്ഞിട്ട് ഭാര്യ എണീപ്പിച്ച് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഭർത്താവിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അതേപോലെ ഒരു പെണ്ണിനും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഏതാണ് ആ പെണ്ണെന്നറിയോ? ബിസിനസ് കാരണം, ജോലി കാരണം രാത്രി ഒരുപാട് വൈകി വരുന്ന ഭർത്താവ്, ഭാര്യ നേരത്തെ കിടന്നുറങ്ങി, 9:30 മണിയാകുമ്പോ കിടന്നുറങ്ങി, ഭർത്താവ് വരുമ്പോ ഭർത്താവിനുള്ള ഭക്ഷണമൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ച് കിടന്നുറങ്ങിയിട്ട് വൈകി വരുന്ന ഭർത്താവിന് ഭക്ഷണമെല്ലാം നൽകി വീണ്ടും കിടന്നുറങ്ങിയിട്ട് സുബഹിയുടെ ഒരൽപ്പം നേരത്തെ എണീറ്റ് വാഷ്റൂമിൽ ചെന്നിട്ട് വുളൂ ചെയ്തിട്ട് അവസാനം ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് തന്റെ കിടന്നുറങ്ങുന്ന, വൈകി വന്നിട്ട് കിടന്നുറങ്ങുന്ന ഭർത്താവിന്റെ മുഖത്തേക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം ഇങ്ങനെ കുടഞ്ഞിട്ട് ഭർത്താവിനെ എണീപ്പിച്ചിട്ട് രണ്ടുപേരും തഹജ്ജുദ് നിസ്കരിക്കുന്ന കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ചൊരിയട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഒരാൾ നിസ്കരിച്ചാൽ മതിയോ? പോരാ.
ഭർത്താവ് മാത്രം എണീറ്റ് നിസ്കരിക്കുകയാണ്, ഭാര്യ ഇങ്ങനെ കിടന്നുറങ്ങാണ്. പോതച്ച് ഏസിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നുറങ്ങാ, ലൈറ്റ് പോലും കാണാൻ അനുവദിക്കാതെ. റഹ്മത്തുണ്ടാവൂല, പിശാച്ച് കയറിക്കൂടും. പെണ്ണ് നന്നായിട്ട് നിസ്കരിക്കുക, ഭർത്താവ് ഇങ്ങനെ ട്രൗസർ ഇട്ട് കിടന്നുറങ്ങും, ഇങ്ങനെ ഏസിയെ കെട്ടുന്നല്ല പോതച്ച് കിടന്നുറങ്ങാം. പെണ്ണ് വിളിക്കുന്നില്ല, സിമ്പതി തോന്നാണ് ഭർത്താവിനോട്, പാവം ഉറങ്ങിക്കോട്ടെ, കുറെ വൈകി വന്നതല്ലേ, ഉറങ്ങിക്കോട്ടെ, സിമ്പതി തോന്നാണ്. പിശാച്ച് കയറും. നിങ്ങളുടെ കുടുംബജീവിതത്തില് കട്ടുറുമ്പായിട്ട് പിശാച്ച് വരും, കുടുംബജീവിതം തകർക്കും പിശാച്ച്. സമാധാനം വേണം നിങ്ങൾക്ക്. സമാധാനം ഇല്ലാത്ത ജീവിതം നയിക്കണോ? സന്തോഷമില്ലാത്ത ജീവിതം നയിക്കണോ? വേണ്ട. എല്ലാവർക്കും വേണ്ടത് സമാധാനമാണ്. न दौलत से न दुनिया से न घर आबाद करने से, न दौलत से न दुनिया से न घर आबाद करने से, तसल्ली दिल को मिलती है खुदा को याद करने से. വീടുണ്ടാക്കിയത് കൊണ്ട് സമാധാനം കിട്ടൂല, സമ്പത്തുണ്ടായത് കൊണ്ടും സമാധാനം കിട്ടൂല, ദുനിയാവ് വെട്ടിപ്പിടിച്ചതുകൊണ്ടും അധികാരങ്ങൾ ഉണ്ടായതുകൊണ്ടും സമാധാനം കിട്ടൂല. പിന്നെപ്പോഴാണ്, എവിടെ നിന്നാണ് സമാധാനം കിട്ടുക? തസല്ലീ ദിൽ കോ മിൽത്തി ഹേ ഖുദാ കോ യാദ് കർനേ സേ. എപ്പോഴാണ് അള്ളാഹുവിനെ ഓർക്കാൻ തുടങ്ങുന്നത്, എപ്പോഴാണ് അള്ളാഹുവിനെ സ്മരിക്കാൻ തുടങ്ങുന്നത്, അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുക. മനോഹരമായ വിശാലമായ 10,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് കൊണ്ട് സമാധാനം കിട്ടുമെന്നൊരാളും വിചാരിക്കണ്ട. ആഡംബരപരമായ ലക്ഷൂറിയസ് വാഹനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോ സമാധാനം കിട്ടുമെന്നൊരാളും വിചാരിക്കണ്ട. അധികാരത്തിന്റെ കസേരയിൽ അള്ളിയിരുന്നത് കൊണ്ട്, അള്ളിപ്പിടിച്ചിരുന്നത് കൊണ്ട് സമാധാനം കിട്ടുമെന്നൊരാളും വിചാരിക്കണ്ട. ലക്ഷക്കണക്കിന് വരുമാനം മാസാമാസങ്ങളിൽ ഓരോ ബിസിനസ് സംരംഭങ്ങളിൽ നിന്ന് കടന്നു വരുന്നത് കൊണ്ട് സമാധാനം കിട്ടുമെന്ന് വിചാരിക്കണ്ട. സമാധാനം കിട്ടണമെങ്കിൽ അള്ളാഹുവിലേക്ക് മടങ്ങണം, അള്ളാഹുവിനെ ഓർക്കണം, സമയത്ത് ദിക്ർ ചെല്ലണം, നിസ്കരിക്കണം, ദിക്ർ ചെല്ലണം. അവിടെയാണ് സമാധാനമുള്ളത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഓരോ മനുഷ്യനും സമാധാനം ലഭിക്കുന്നത് അള്ളാഹുവിനെ സ്മരിക്കുമ്പോൾ മാത്രമായിരിക്കും. അതുകൊണ്ട് ഒരുപാട് ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. നാളെ മുതൽ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് തസ്ബീഹ് മാലം കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ജോലിക്കൊന്നും പോകാതെ, കിച്ചണൊന്നും പോകാതെ റൂമിൽ കുത്തിരുന്നിട്ട് ദിക്ർ ചെല്ലണമെന്നല്ല. ദിക്ർ ചെല്ലാൻ ചില സ്ഥലങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലുള്ള ദിക്ർ മാത്രം ഇപ്പൊ ചെല്ലാൻ മതി. മറ്റേ ദിക്റൊക്കെ കുറച്ച് വലുതാകുമ്പോൾ ചെല്ലാൻ മതി. ഇപ്പൊ നിങ്ങൾ ചെല്ലേണ്ടത് അശ്റൂമിൽ പോകുമ്പോഴുള്ള ദിക്ർ, തിരിച്ചു വരുമ്പോഴുള്ള ദിക്ർ, വീട്ടിൽ കയറുമ്പോഴുള്ള ദിക്ർ, ഇറങ്ങുമ്പോഴുള്ള ദിക്ർ, വണ്ടിയിൽ കയറുമ്പോഴുള്ള ദിക്ർ, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ദിക്ർ, കഴിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ദിക്ർ. ഇങ്ങനെ ഈ ഒരു ദിക്റുകളിലൂടെ രണ്ടുപേരും ജീവിക്കുമ്പോൾ പിശാച്ച് അവിടെ നിന്ന് ഓടിപ്പോകും. ദിക്ർ ചെല്ലുന്ന സ്ഥലത്ത് പിശാച്ചിന്റെ സാന്നിധ്യം ഉണ്ടാവില്ല, അയാൾ ഇറങ്ങിപ്പോകുന്ന. അപ്പൊ സമാധാനം തിരിച്ചു. ഏതൊരു ബന്ധാണെങ്കിലും ഹറാമിലൂടെ തുടങ്ങുന്ന ബന്ധത്തിൽ ബർക്കത്തുണ്ടാവില്ല, 100% ഉറപ്പാണ്. കുല്ലു ഷൈഇൻ ذي بال لم يبدأ ببسم الله فهو أبتر. പ്രേമിച്ചൊക്കെ നടക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവളെ തന്നെ വേണമെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇനി അവളെ കല്യാണം കഴിച്ചാലും ഇനി വേറെ കല്യാണം കഴിച്ചാലും നിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ ബർക്കത്തൊക്കെ പോയി. കാരണം എന്തേ, പ്രേമിച്ചു തുടങ്ങിയില്ലേ. അതുകൊണ്ട് പ്രേമം എന്ന് എപ്പോഴും പ്രേമൊക്കെ തുടങ്ങാം. 18 വയസ്സാവും പ്രേമം തുടങ്ങുമ്പോൾ. കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് 18 ആവും, ആൺകുട്ടികൾക്ക് 18, 19, 20 ആവും. കോളേജിലൊക്കെ എത്തുമ്പോഴാണ് പ്രേമിക്കാൻ തുടങ്ങുക. ആ സമയത്ത് കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ മാഷാ അല്ലാഹ് നല്ല ഹലാലായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കോളേജിലൊക്കെ എന്ത് സുഖം ഉണ്ടാവും. എന്തിനാ അടിപിടി കൂടുന്നത്? പെണ്ണിന്റെ പേരിലായിരിക്കും കോളേജിൽ അടിപിടി കൂടുക. ഉറൂസിനും വേദനയൊക്കെ എന്തിന്റെ പേരിൽ അടിപിടി കൂടുക? പല ഉറൂസുകളിൽ അടിപിടി എന്താ? പെണ്ണിനെ നോക്കി, പെണ്ണിനെ കണ്ടു, നമ്പർ കൊടുത്തു, ഇങ്ങനെയുള്ള വിഷയത്തിൽ പലപ്പോഴും അടി ഉണ്ടാവുക. ഇതൊക്കെ ഇല്ലാതാവും. അടിയില്ലാതാകും, രാത്രി വൈകി ഉറങ്ങുന്നതില്ലാതാവും, കഞ്ചാവ് ഇല്ലാതാവും, മയക്കുമരുന്നില്ലാതാവും, കുട്ടികൾക്കൊക്കെ പള്ളിനോട് താല്പര്യം വരും, കുട്ടികൾക്ക് പഠനത്തിന് നല്ല മാർക്ക് ഉണ്ടാവും. നിങ്ങൾ പരീക്ഷിച്ചു നോക്ക്, ഒരു 10 കൊല്ലം കൊണ്ട് നിങ്ങൾ ഈ എന്തായി സ്ഥലത്തിന്റെ പേര്, ഇല്യാസ് നഗർ. ഇല്യാസ് നഗറിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവും. ഇല്യാസ് നബീനെ പോലെയുള്ള കുറെ ആളുകൾ ഉണ്ടാക്കാൻ കഴിയും നമുക്ക് ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ പാരന്റ്സ് അതിന് തയ്യാറാവണം. നിങ്ങൾക്കൊരു കരുത്തുണ്ടാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു നിലപാടില്ലെങ്കിൽ പിന്നെ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കൊരു ആർജവം ഉണ്ടാവണം, ഒരു തൻ്റെ ഇടം ഉണ്ടാവണം. മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനുള്ള തൻ്റെ ഇടം ആർജവം നിങ്ങൾക്ക് ഉണ്ടാവണം. മോള് വേണ്ടെന്ന് അറിയുമ്പോൾ എന്നാ പിന്നെ വേണ്ട.
ആ ഒരു രീതിയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളാണ്, നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ കഴിയണം. ആ തീരുമാനം എടുക്കാൻ കഴിയണമെങ്കിൽ അതിനനുസരിച്ച് ചെറുപ്പത്തിൽ നമ്മുടെ മക്കളെ വളർത്തണം. നേരത്തെ തന്നെ പറഞ്ഞവരെ മനസ്സിലാക്കണം. ഏത് മക്കളും മാതാപിതാക്കൾ സ്നേഹത്തോടെ പറയുന്ന ഉപദേശത്തൊന്നും തള്ളിക്കളയൊന്നുമില്ല. സ്നേഹത്തോടെ പറയുന്നത്. വാശിക്ക് പറഞ്ഞാൽ അവരും വാശി പിടിക്കും, നമ്മൾ വാശിയോട് പറഞ്ഞാൽ അവരും വാശി പിടിക്കും. സ്നേഹത്തോടെ പറഞ്ഞെന്ന ഒരു മെസ്സേജും ഒരു കുട്ടിയും തള്ളിക്കളയൂല. സ്നേഹത്തോടു കൂടി അവരോട് ചെറുപ്പത്തിലെ ഇത്തരം മെസ്സേജുകൾ കൈമാറാൻ നമ്മൾക്ക് കഴിയണം. ഒരു കുട്ടിയോട് പറയാണ്, 15 വയസ്സ് പ്രായപൂർത്തിയായ ഒരു കുട്ടി കാണുമ്പോൾ ഒരു വലിപ്പൊക്കെ വന്ന കുട്ടിയോട് ഉപ്പയും പറയാണ്, എൻ്റെ 18 വയസ്സിന് ഞങ്ങൾ കല്യാണം കഴിപ്പിക്കിട്ടോ എന്ന് ഇടക്കിടക്കിടക്ക് ഇങ്ങനെ ഉണർത്തിയാൽ ആ കുട്ടി എന്തായാലും പ്രേമിക്കാൻ പോകില്ല. കാരണം ഞാൻ പ്രേമിച്ചാലും എനിക്ക് എന്തായാലും ഇപ്പോൾ 18 വയസ്സ് നിക്കാഹിപ്പിച്ചിരുമെന്ന് 5 കൊല്ലം മുമ്പേ 3 കൊല്ലം മുമ്പേ പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊരു ബോധം കുട്ടിക്ക് ഉണ്ടാവും. എനിക്കങ്ങനെ കുറേ ആളുകൾ അറിയാട്ടോ. അല്ലാഹുവിനെ പേടിയുള്ള ഉപ്പമാരൊക്കെ അങ്ങനെ ചെയ്യാം. 18 വയസ്സാകുമ്പോൾ കുട്ടികൾക്ക് നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്തതിന് ശേഷം പുറത്ത് പഠിക്കാൻ പോയി. ഇപ്പോൾ അടുത്തിട്ട് UK ഒരു കുട്ടി പഠിക്കാൻ പോയി. 21 വയസ്സാവാൻ കാത്തിരുന്നു അയാൾ, അതുവരെ അയച്ചില്ല. 21 വയസ്സാകുമ്പോൾ ഉടനെ തന്നെ ആ ചെറുപ്പക്കാരൻ നിക്കാഹ് കഴിച്ചിട്ട് ഇനി UK എവിടെ വേണമെങ്കിലും പോയിക്കോ എന്ന് പറഞ്ഞയച്ചു. അതേപോലെ കൂടുതൽ പഠിക്കുന്ന കുട്ടി 18 വയസ്സാകുമ്പോൾ പെൺകുട്ടിക്ക് നിക്കാഹ് ചെയ്തിട്ട് ഇനി നീ പഠിച്ചോ എന്ന് പറഞ്ഞയച്ചു. അങ്ങനെയൊക്കെ ഉണ്ട് എത്രയോ ഉപ്പമാർ, അല്ലാഹുവിനെ പേടിയുള്ള ഉപ്പമാർ. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ വിഷയവും പറഞ്ഞിന്. മൂന്നാമത്തെ വിഷയം, ഹറാമിലൂടെ തുടങ്ങുന്ന ഒരു കാര്യത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യൂല. കുല്ലു ശൈഇൻ ദീബാലിൻ ലം യുബ്ദഅ ബിസ്മില്ലാഹി ഫഹുവ അബ്തർ. അല്ലാഹുവിന്റെ ബിസ്മി കൊണ്ട് തുടങ്ങാതെ, അല്ലാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങാത്ത, അല്ലാഹുവിനെ ഓർക്കാതെ, അല്ലാഹുവിന്റെ ആ ഒരു അനുസരണയില്ലാതെ തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളുടെയും ബർക്കത്ത് നഷ്ടപ്പെടും. ബർക്കത്ത് നഷ്ടപ്പെട്ടാൽ സമാധാനം നഷ്ടപ്പെടും. കല്യാണം കഴിക്കുന്ന ഓരോ ചെറുപ്പക്കാരനും, ചങ്ങാതിമാരുടെ സ്വാധീന വലയമുള്ള ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കേണ്ടത്, കല്യാണം എന്നുള്ളത് നിന്റെ ഭാവി ജീവിതത്തിന്റെ തുടക്കമാണ്. കല്യാണം കഴിയാൻ പോകുന്ന ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിച്ചോളൂ, വിവാഹം എന്നുള്ളത്, നിക്കാഹ് എന്നുള്ളത് നിന്റെ മരണം വരെയുള്ള ഒരു ജീവിതത്തിന്റെ തുടക്കമാണത്. ആ തുടക്കം നന്നാവേണ്ടത് നിന്റെ ആവശ്യമാണ്, ചങ്ങാതിമാരുടെ ആവശ്യമല്ല. ആ തുടക്കം ബറക്കത്തുള്ള തുടക്കമാവേണ്ടത് നിന്റെ ആവശ്യമാണ്. ചങ്ങായിമാർക്ക് എന്ത്, നീയും ഭാര്യയും റൂമിൽ നല്ല ബദ്രുദ്ധം നടന്നാലും അടിപിടി കൂടി ഇയാൾക്കെന്ത്, ഇവർ പൊട്ടിച്ചിരിക്കും അപ്പുറത്തിരുന്നിട്ട്. നിങ്ങളെ കളിയാക്കും വരുമ്പോ അടിയുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട്, അല്ലാതെ ഇവർക്കെന്ത്. അതുകൊണ്ട് കല്യാണ ദിവസങ്ങളിൽ, നിക്കാഹിന്റെ ദിവസങ്ങളിൽ അനാചാരങ്ങൾ നമ്മുടെ ചങ്ങാതിമാരിൽ നിന്നുണ്ടാവാൻ ഒരാളും ഒരു കാരണവശാലും അനുവദിക്കരുത്. നിങ്ങളുടെ ജീവിതമാണ് ഫ്ലോപ്പാവുക, നിങ്ങളുടെ കുടുംബ ജീവിതമാണ് സ്പോയിലാവുക, നഷ്ടപ്പെട്ടു പോവുക. ആർക്കോ വേണ്ടി ചങ്ങാതിമാരാണ് ഹറാം ചെയ്യുന്നത്. ചങ്ങാതിമാരാണ് കുടുംബത്തിലെ ദാമ്പത്യ ജീവിതത്തിന്റെ തുടക്ക ദിവസം തന്നെ ഹറാമുകൾ കൊണ്ട് നമ്മുടെ ബന്ധത്തെ അലങ്കോലപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിക്കാഹിന്റെ ദിവസം വളരെ നല്ല ദിവസമാണ്. നിങ്ങളുടെ ഭാവി ജീവിതത്തെ തീരുമാനിക്കുന്ന, നിർണയിക്കുന്ന ഒരു ദിവസത്തില് അല്ലാഹുവിന് ഇഷ്ടമല്ലാത്ത ഒന്നും നിങ്ങളൊന്ന് ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന് ഇഷ്ടമല്ലാത്ത ഒന്നും നിങ്ങളൊന്ന് ചെയ്യാൻ പാടില്ല. വളരെ നല്ല രീതിയിൽ ഒരു പള്ളിയിൽ ഭവ്യതയോടെ, തഖ്വയോടുകൂടി, നല്ല പവിത്രമായ ചടങ്ങോടുകൂടി ഒരു നിക്കാഹ് നിങ്ങൾ ചെയ്തിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച് അല്ലാഹുവിനോടുള്ള ഒരു ഉടമ്പടിയോടെ, മീസാഖൻ ഖലീല, നല്ലൊരു ഉടമ്പടിയോടുകൂടി നിങ്ങൾ ആ പെണ്ണിനെ സ്വീകരിച്ച് ആ പെണ്ണിന്റെ തലയിൽ കൈവച്ച് ദുആ ചെയ്ത്, പടച്ചോനെ ഈ പെണ്ണിന്റെ എല്ലാ നന്മയും എനിക്ക് തരണേ അല്ലാഹ് എന്നിങ്ങനെ ദിക്ർ ചൊല്ലി, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ജബൽത ജുബിലത അലൈഹാ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ, അവളിൽ നിന്നുള്ള എല്ലാ നന്മയും എനിക്ക് തരണേ പടച്ചോനെ, വ അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ഫീഹാ, അവളിൽ വല്ല ശർറും മറഞ്ഞിരിക്കുന്നുവെങ്കിൽ ആ ശർറിൽ നിന്ന് എന്നെയും അവളെയും കാക്കണേ എന്ന് ആണ് പെണ്ണിന്റെ തലയിൽ കൈവച്ച് പെണ്ണ് ആണിനോടും ഇതേപോലെ ആണിനെ കാണുന്ന സമയത്തും അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് നല്ല രീതിയിൽ തുടങ്ങുന്ന ബന്ധമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ സഹായമുണ്ടാകും. അതല്ലാതെ നിങ്ങൾ തുടങ്ങുന്നത് തന്നെ ഡാൻസും കളിച്ച് പാട്ടും വെച്ച് ഹറാമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, കോമാളിത്തരങ്ങളൊക്കെ ചെയ്തിട്ട് അല്ലാഹുവിന്റെ ദീനിനൊക്കെ പറയിപ്പിക്കുന്ന രീതിയിൽ അനാവശ്യമായ ഹറാമുകൾ നിറച്ചുകൊണ്ടുള്ള ഒരു തോന്നിവാസത്തിന്റെ കല്യാണമാണെങ്കിൽ പിശാച് തുടങ്ങുന്നത് അവിടെ വെച്ചാണ്. പിശാച് നിങ്ങളെ ആക്രമിക്കാൻ തുടങ്ങുന്നത് അവിടെ വെച്ചാണ്. പിശാച് നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നത് അവിടെ വെച്ചാണ്. രണ്ടുപേരുടെ ജീവിതത്തിലേക്കും പിശാച് കയറിക്കൂടിയിട്ട് ദിവസങ്ങൾ കഴിയുമ്പോഴും ഇത് മൂർച്ഛിച്ചു വന്ന്
മൂർച്ഛിച്ചു വന്ന് സമാധാനം മുഴുവനും നഷ്ടപ്പെട്ട് ഡിവേഴ്സിന്റെ വക്കിലേക്ക് വരെ എത്തുന്നത് ഇത്തരം ആഭാസകരമായ കല്യാണങ്ങളാണ്. ഒന്നോർത്തിരിക്കണം പ്രിയപ്പെട്ടവരെ, ആഭാസം നിറഞ്ഞ കല്യാണം. അതുകൊണ്ട് നമ്മളാണ് നമ്മുടെ ജീവിതം എങ്ങനെയെന്ന് തീരുമാനിക്കേണ്ടത്. ഞാൻ തുടങ്ങി വെച്ച ആയത്തൊന്നും കൂടി ഓതി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കുന്നവരാകണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. ഇതാണ് നമ്മുടെ ജീവിതത്തിലുള്ള മോട്ടോ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ മോട്ടോ. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് ഞാൻ എന്തെടുത്തു വെച്ചു എന്നതായിരിക്കണം. വേറൊന്നുമില്ല, നാളേക്ക് ഞാൻ എന്തെടുത്തു വെച്ചു. മക്കൾക്ക് എടുത്തു വെക്കാൻ അല്ലാഹു പറഞ്ഞിട്ടില്ല, മക്കൾക്ക് എടുത്തു വെക്കാൻ അല്ലാഹു പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കാണ് നിങ്ങൾ എടുത്തു വെക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, മരണപ്പെട്ട നിങ്ങളുടെ ഉപ്പയുടെ പേരിൽ 1,00,000 രൂപ എന്നാൽ ഇന്ന സ്ഥലത്ത് ഒരു പള്ളി നിർമ്മിക്കുന്നുണ്ട്, കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ കൈമലർത്തു. പൈസക്ക് അക്കൗണ്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവും, കൊടുക്കാൻ തയ്യാറല്ല. നിങ്ങൾ ഉപ്പ നിങ്ങൾക്ക് ബാക്കി വെച്ച പൈസയാണ്. ഇഷ്ടംപോലെ പൈസ ഉള്ള ആൾ, ഇല്ലാത്ത ആൾ കൊടുക്കാൻ പറ്റൂലല്ലോ. ഇഷ്ടം പോലെ പൈസ അക്കൗണ്ടിലും സ്ഥലമായും വരുമാനമായും ഒക്കെ എടുത്തു വെച്ചിട്ട്, സ്വർണങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട്, സ്വന്തം ഇത്രയൊക്കെ സമ്പാദ്യങ്ങൾ ബാക്കി വെച്ച് മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടിയിട്ട് 1,00,000 കൊടുക്കാൻ പറയുമ്പോ കൈമലർത്ത. 2-3 ദിവസം മുമ്പ് പേരാമ്പ്ര ഭാഗത്തൊരു വാല് പറഞ്ഞ്, മാതാപിതാക്കളുമായി ബന്ധമുള്ളൊരു വാല്. ആ വാല് കഴിഞ്ഞ് ഞാനിങ്ങനെ സ്റ്റേജിൽ ഇരിക്കുമ്പോ ഒരു വയസ്സായൊരു മനുഷ്യൻ വന്നിട്ട് കെട്ടിപ്പിടിച്ചു, കരയാൻ തുടങ്ങി. അതെ, എനിക്ക് എന്റെ ഉപ്പാക്ക് കൊടുക്കാനൊന്നും ഇല്ലാഞ്ഞിട്ടാണ്, ഉപ്പാക്ക് കൊടുക്കാനൊന്നും ഇല്ലാഞ്ഞിട്ടാണ്, കൊടുക്കാൻ ആഗ്രഹമുണ്ട്, ഭയങ്കര വിഷമമുണ്ട്. കാര്യം നിർത്തുന്നില്ല, കെട്ടിപ്പിടിച്ചിട്ട് കരയാണ്. വാല് കഴിഞ്ഞ് വണ്ടിയിൽ എത്തുന്നത് വരെ അയാൾ കരഞ്ഞു. സ്റ്റേജിൽ നിന്നിറങ്ങി വണ്ടിയിൽ കയറുന്നത് വരെ, വണ്ടിയിൽ കയറിയതിനു ശേഷം വീണ്ടും വന്നു. എന്നിട്ട് മിറർ താത്തി, വിൻഡോ താത്തി, വീണ്ടും അയാൾ പറഞ്ഞു, സാറേ വിഷമമുണ്ട്, കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്നാല് പൈസ ഇങ്ങനെ അട്ടിയട്ടി വെച്ച് ആർഭാട ജീവിതം നയിക്കുന്ന ആൾക്കാര് ഒന്ന് ഉപ്പാക്ക് ഒരു 10,000 ലക്ഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ കൈമലർത്തും. ഇവർക്കൊക്കെ ഈ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തത് സ്വന്തം ഉപ്പയാ, സ്വന്തം പിതാവാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, മക്കൾക്ക് വേണ്ടിയല്ല നിങ്ങൾ എടുത്തു വെക്കേണ്ടത്. എന്റെ മക്കൾക്ക് വേണ്ടി അവിടെ സ്ഥലം വാങ്ങി വെക്ക, ഇവിടെ ബിൽഡിംഗ് വാങ്ങി വെക്ക അല്ല, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എടുത്തു വെക്ക്. ഞാൻ മരിച്ച് കബറിൽ കിടക്കുമ്പോ എന്റെ കബറിടത്തിലേക്ക് വരണം, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എടുത്തു വെക്ക്. മക്കൾക്ക് വേണ്ടി എടുത്തു വെച്ചതൊക്കെ മക്കൾ ഇവിടെ അടിപിടി കൂടാനും മക്കൾ അടിച്ചു പൊളിക്കാനും ഉപയോഗിക്കും. നിങ്ങൾ നാളെ മരിച്ച് കബറിൽ കിടക്കുമ്പോ ഒന്ന് സ്വതക ചെയ്യാൻ പറഞ്ഞവരെ അവരുടെ കല്ല് പോലെയുള്ള പാറ പോലെയുള്ള മനസ്സുകളൊന്ന് അരിഞ്ഞു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കബറിൽ കിടന്ന മുൻകർ നക്കീറിന്റെ ചോദ്യം കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ കാരണത്താൽ ഒന്ന് പൊറുതിമുട്ടുന്ന സമയത്ത് മക്കളുടെ ഒരു പ്രാർത്ഥന കിട്ടുമോ എന്ന് കാത്തിരുന്ന് കബറിൽ ഇങ്ങനെ ദാഹിക്കുമ്പോ ഒരു 10,000 രൂപ പോലും ഉപ്പാന്റെ കബറിടത്തിലേക്ക് കൊടുക്കാൻ ഈ മക്കൾ തയ്യാറാവൂല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എന്താണ് എടുത്തു വെച്ചത് എന്ന് ചിന്തിച്ചോളൂ എന്നാണ് അള്ളാഹു പറയുന്നത്. ആകെയുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോകളാണ്, ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോകളാണ്, നമ്മൾ വെച്ച ഫോട്ടോകളാണ്. ഇത് മാത്രമേ നാളെ കബറിലെത്തുമ്പോ എന്റെ കബറിടത്തിലേക്ക് ഒരു ശിക്ഷയായി, എന്റെ കബറിടത്തിലേക്ക് ഒരു അപകടമായി കടന്നു വരാനുള്ളത് ഇത് മാത്രമാണെങ്കിൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, ഓരോ ആളുകൾ ഈ ഹറാമുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഖബറിൽ നിന്ന് മുൻകർ നക്കീറിന്റെ അടി ഒന്ന് കൂടുമെന്നല്ലാതെ ഈ വീഡിയോകൾ കൊണ്ടൊരു ഉപകാരം പോലും നിങ്ങൾക്കുണ്ടാവൂല. അതുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾക്ക് ഉപകാരമുള്ള വല്ലതും നമ്മൾ പോസ്റ്റ് ചെയ്യാം. ഉപകാരമുള്ളത് പോസ്റ്റ് ചെയ്ത് നല്ല ഉപകാരമാണ്. എന്തെങ്കിലും ഒരു വാദ് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു ഉപദേശം, ഒരു ഹദീസ്, ഒരു ഖുർആൻ, ഇതൊക്കെ പോസ്റ്റ് ചെയ്താൽ ഖബറിൽ കിടക്കുമ്പോ ആരെങ്കിലും ഒരാൾ ഇതെടുത്ത് വായിച്ചാൽ നിങ്ങളുടെ ദറജ കൂടും. നേരെ മറിച്ച് ഇങ്ങനെ പാട്ടും പാടി ഡാൻസും കളിക്കുന്ന വീഡിയോ ഇട്ടാലോ, ഖബറിൽ കിടക്കുന്ന സമയത്ത് മുൻകർ നക്കീർ അടിക്കുമ്പോഴായിരിക്കും ഒരാൾ നിങ്ങൾ വീഡിയോ കാണാം ഇൻസ്റ്റാഗ്രാമിലുള്ള, അടിയൊന്നും കൂടുന്നല്ലാതെ അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല. ആലോചിച്ചൂടെ എന്താ നാളേക്ക് വേണ്ടത്, ആലോചിച്ചൂടെ. എന്നിട്ട് നാളേക്ക് വേണ്ടി എല്ലാവരും നല്ലതെടുത്തു വെക്കാൻ ശ്രമിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ ഹദീസും കൂടി പറഞ്ഞു നിർത്താം. അൽ ബിർറു, നന്മ എന്ന് പറയുന്നത് മാ സകനത് ഇലൈഹി നഫ്സു,
നിങ്ങൾക്കത് ചെയ്താൽ സന്തോഷം കിട്ടണം. ചെയ്താൽ സന്തോഷം കിട്ടുന്നതാണ് നന്മ എന്ന് പറയുന്നത്. അൽ ബിർറു മാ സകനത് ഇലൈഹി നഫ്സു വതുമഅന്ന ഇലൈഹിൽ ഖൽബു. ആ ചെയ്തപ്പോ നിങ്ങളുടെ കൽബിന് എന്തെന്നില്ലാത്ത ആശ്വാസം കിട്ടി. ഒരു കാര്യം, ഉദാഹരണം, സ്വതക കൊടുത്താൽ മാ സകനത് ഇലൈഹി നഫ്സു, ശരീരത്തിന് സമാധാനം, വതുമഅന്ന ഇലൈഹിൽ ഖൽബു, നിങ്ങളുടെ ഹൃദയത്തിനും സമാധാനം കിട്ടി. 10,000 കൊടുത്തപ്പോ. നേരെ മറിച്ചൊരു വ്യഭിചരിച്ചു എന്ന് പറയാ, വ്യഭിചരിക്കുമ്പോൾ വ്യഭിചരിക്കുന്നത് വരെ ഭയങ്കര ആവേശത്തോടു കൂടി നമ്മൾ പോയാലും വ്യഭിചരിച്ചു കഴിഞ്ഞാൽ മാലം തസ്കുൻ ഇലൈഹിൻ നഫ്സു, മരണം വരെ ആ ഒരു വ്യഭിചാരം സമാധാനം തരൂല. ആ ഒരു വ്യഭിചാരം നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും. എത്ര തോപ ചെയ്താലും എത്ര കാബയുടെ കില്ല പിടിച്ചു കരഞ്ഞാലും അള്ളാഹുക്ക് പുറത്തുനിന്നിട്ടുണ്ടാകും. എന്നാലും നമ്മൾക്ക് സമാധാനം കിട്ടൂല. ഒരു കുറ്റബോധം മരിക്കുന്നത് വരെ നമ്മെ വേട്ടയാടും. ഇതാണ് തെറ്റു എന്ന് പറയുന്നത്. വലിയ വ്യഭിചാരമൊക്കെ ചെയ്തിട്ട് നന്നാവാൻ ഒരാൾ തീരുമാനിച്ചു. കാബയുടെ അടുത്ത് പോയിട്ട് കില്ല പിടിച്ച് ദുആ ചെയ്ത് അല്ലാഹു തആല അയാളുടെ ജീവിതത്തിൽ വന്ന സർവ്വ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തിട്ടുണ്ട്. അയാൾ അല്ലാഹു ഉന്നതമായ ദറജയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നത് വരെ ജീവിതത്തിൽ ഒരു തവണ ചെയ്ത വ്യഭിചാരം എന്നുള്ള മഹാപാപം ഒരു വേട്ടയാടലായി തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് വൽ ഇസ്മു മാലം തസ്കുൻ ഇലൈഹിൻ നഫ്സു വലം യത്മഇന്ന ഇലൈഹിൽ ഖൽബു. മനസ്സിന് സമാധാനം തരാത്ത, എപ്പോഴും അസ്വസ്ഥതയുണ്ടാക്കുന്ന, എപ്പോഴും സമാധാനം നഷ്ടപ്പെടുത്തുന്ന, എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സ്വൈര്യം കെടുത്തുന്ന ഒരു കാര്യമാണ് തെറ്റ് എന്നുള്ളത്. അതുകൊണ്ട് തെറ്റിലേക്ക് അടുക്കാതെ സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന സൽപ്രവർത്തനങ്ങൾ മാത്രമായി നമ്മൾ മുന്നേറുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.